ഹായ് ഗൈസ്, ഇന്ന് എലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ ബിഗ് ബോസ് വീട്ടിൽ. ലാലേട്ടൻ വരുമ്പോഴൊക്കെ അനുമോൾക്കാണ് കൂടുതൽ വഴക്ക് കിട്ടുന്നത്. ചില ദിവസങ്ങളിൽ മാത്രം എന്തെങ്കിലുമൊക്കെ നല്ല സന്തോഷമുള്ള കാര്യം പറയും. അവിടെ ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ ഒന്ന് വഴക്ക് കേൾക്കുന്നത് അനുമോൾക്കാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച ആ ബിഗ് ബോസ് വീടിനകത്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ആ നെവിൻ എന്ന് പറയുന്ന ഒരു ക്രൂരനായ ഒരു മനുഷ്യൻ ഈ അനുമോളെ അതിനകത്തിട്ട് പെടുത്താൻ പാടില്ല. അവസാനം അവൻ ഉപദ്രവിക്കുമെന്ന് ഒരു ഘട്ടം എത്തിയപ്പോൾ ആ കഴിക്കാനെടുത്ത ആ ഒരു ആഹാരം കൊണ്ട് ആ കുട്ടി വെപ്രാളം പിടിച്ച് ഓടുന്ന ഒരു കാഴ്ച എല്ലാവരും കണ്ടതാണ്. എന്നിട്ട് ലാലേട്ടൻ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടിനകത്തുള്ള എല്ലാവരും വന്നു. അനീഷ് പോലും പറയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല എന്ന്. ആര്യന് പറയുന്നു മനസ്സിലാകുന്നില്ല. എന്നാൽ പോട്ടെ, അവർ രണ്ടു പോട്ടെ, മനസ്സിലായവരൊട്ട് വാഹ തുറക്കുന്നതുമില്ല. അപ്പോൾ എപ്പോഴും കുറ്റം അനുമോളുടെ മേൽ കെട്ടിവെക്കാനുള്ള ഒരു പ്രവണത, അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അനുമോൾ കരയും. അതൊരു സ്ത്രീയല്ലേ, സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. അപ്പോൾ കരഞ്ഞു പോവും. അനുഭവിച്ച അത്രമാത്രം പ്രഷർ മനസ്സിൽ കെട്ടിവെച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ ലാലേട്ടൻ വന്ന് ഇങ്ങനെയും കൂടെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതായത് ഒരുപാട് പ്രശ്നങ്ങളും ഉള്ളിലുണ്ട്. പക്ഷേ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഒന്നും മറുപടി ഇല്ലാതെ ചിലപ്പോഴൊക്കെ നിന്ന് പോകേണ്ട അവസ്ഥയും വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ കേട്ട് എനിക്ക് മനസ്സിലായത്, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവർക്ക് ഒരു സപ്പോർട്ടും അതിനകത്തില്ല. അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവരും വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ഇന്നത്തെ ഈ എവിക്ഷൻ പീരീഡിൽ ലാലേട്ടൻ കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അനീഷ് എന്താണ് അനുമോളെക്കുറിച്ചെന്ന് ചോദിക്കുമ്പോൾ അനീഷും പറയുന്നു, പലപ്പോഴും അനുമോൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന്. ആ ജയിൽ ടാസ്ക് നടക്കുമ്പോൾ ഈ അനുമോൾ ഈ അനീഷിൻ്റെ അടുത്തിരുന്ന് ഒരുപാട് കരഞ്ഞത് അനീഷിന് മറന്നുപോയോ അനീഷ്? അങ്ങനെ അനീഷ് അനുമോളെ എന്തൊക്കെയോ ചോദിച്ചു, വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് ആദിലയും നൂറയും വന്ന് വഴക്ക് പറഞ്ഞതും അനീഷ് മറന്നുപോയോ? അപ്പോൾ എന്തുകൊണ്ടാണ് അനീഷ് അനുമോൾ അവിടെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും പലപ്പോഴും അനുമോളും പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു സ്ട്രാറ്റജി എനിക്ക് മനസ്സിലാകുന്നില്ല. പലപ്പോഴും വീട്ടുകാരൊക്കെ വന്നപ്പം എല്ലാ വീട്ടുകാരും തെറ്റിയും തെറിച്ചുമൊക്കെ പുറത്തുള്ള ഓരോരുത്തർക്കുള്ള സപ്പോർട്ടിൻ്റെ ഒരു ചെറിയ അംശം അവിടെ ഇവർക്കൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഏറെ പേരുടെ ഉള്ളിലും അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കാണണം. അതുകൊണ്ട് തന്നെയാണ് അനുമോളെ തകർത്ത് തരിപ്പണമാക്കിയാൽ അനുമോൾ പിന്നെ ഗെയിം കളിക്കാനൊക്കെ അങ്ങ് മടിച്ച് നിൽക്കും, തകർന്നു പോവും. ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും അതിലെ നൂറയും ഒരുപാട് തവണ അനുമോളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ അനുമോൾ വീണ്ടും ചെന്ന് അവരോട് കൂട്ടുകൂടും. അവർക്ക് മറ്റാരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. അവർക്ക് അവിടെ ഗെയിമാണ് വലുത്. അല്പം മനസാക്ഷിയൊക്കെ കാണിക്കുന്നുണ്ട് ഇവരോട്. ഇവർ പലപ്പോഴും ഒന്ന് ചേർന്ന് അനുമോളെ ഒറ്റപ്പെടുത്തുമ്പോഴും അനുമോൾ കുറച്ച് സമയമൊക്കെ ആരോടും ഒന്നും മിണ്ടാന്ന് പറഞ്ഞ് മാറിയിരുന്നാൽ ഈ രണ്ട് പെൺകുട്ടികൾ ചെന്ന് ഒന്നീ കുലസ്ത്രീ ചമയാണ്, നല്ല പിള്ള ചമയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു വേദനിപ്പിക്കുമ്പോൾ ഇവരോടൊന്നും സംസാരിക്കേണ്ടത് വിചാരിച്ച് മിണ്ടാതിരുന്നാലും ഇവർ കുത്തി ചോദിച്ച് വേദനിപ്പിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. പിന്നെ ഇനി അവിടെ ഉള്ള സ്ത്രീകളാകെ 14 പേരോ അങ്ങോട്ടല്ലേ ഉള്ളൂ, മിണ്ടാതിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അനുമോൾ തന്നെ അങ്ങോട്ട് ചെന്ന് ഇവരോട് കൂട്ടുകൂടാൻ ചെല്ലുമ്പോൾ ഇവരപ്പോഴത്തെ ഒരു ഇത് വെച്ച് ഇവർ സ്നേഹം കാണിച്ചിട്ട് ഇവർ വീണ്ടും ഇത് തന്നെ. ഈ രണ്ട് പെൺകുട്ടികളെന്ന് പറയുന്നത് ഷാനവാസിനെ ഒരിക്കൽ പിന്നെ സ്നേഹം കാണിക്കും, ആങ്ങളെ കാർഡ് ഇറക്കും, പിന്നെ കുറേ കഴിയുമ്പോൾ ചെറ്റിന്ന് വിളിക്കും. അവർക്ക് യാതൊരു നിലപാടുമില്ല. അവർ അവരുടെ ഭാഗം അവർക്ക് ക്ലിയർ ആക്കണം, അത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഒരു പ്രാങ്ക് കൊടുത്തപ്പോഴത്തേക്കും നന്നായിട്ട് വേദനിച്ചു. അവിടെ എനിക്ക് സത്യത്തിൽ ചിരിയും വന്നു. കാരണം അനീഷ് നോമിനേഷനൊക്കെ പറയുമ്പോൾ, നോമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനീഷ് ജെന്യൂനായിട്ട് കളിക്കുകയാണ്. ഇത് സത്യമാണെന്നുള്ള പിന്നെ ഇത് വിചാരിച്ചും കൊണ്ട് അനീഷിൻ്റെ ഭാഗം അങ്ങ് ക്ലിയർ ചെയ്യുമോ. അത് പ്രാങ്ക് നോമിനേഷനാണെന്ന് അറിയുമ്പോൾ ആര്യൻ അനീഷിൻ്റെ പിറകെ നടന്ന് കളിയാക്കുന്നുണ്ട്. അനീഷ് എപ്പോഴും വളരെ സീരിയസ് ആയിട്ട് അനീഷിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് പോവുകയാണ്. എന്തായാലും ഇത്
അനുമോൾക്ക് പുറത്ത് ഉള്ള ഒരു സപ്പോർട്ടെന്ന് പറയുന്നത്, കാരണം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെയൊക്കെയാണല്ലോ അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഈ നെവിനെന്ന് പറയുന്ന ചെകുത്താൻ അവനൊന്ന് പുറത്തു പോയാൽ ഈ അനുമോൾക്കൊരു സമാധാനമായി. അപ്പോൾ അവനിങ്ങനെ അനുമോളെ ഉപദ്രവിക്കുന്നത് കണ്ട് ബാക്കിയുള്ളവർ രസിക്കുകയാണ്. കാരണം അവർക്ക് അനുമോൾ മുന്നോട്ട് വരരുതെന്ന് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സാബുമാൻ മാത്രം പോയി പറയുന്നുണ്ട് നീ കാണിക്കുന്നത് ശരിയല്ലെന്നൊക്കെ. അപ്പോൾ ഇവർ ഓരോരുത്തരും അവരവർക്ക് കപ്പ് നേടണമെന്നുള്ള ആഗ്രഹത്തിൽ ആരെയും അങ്ങ് ക്രൂശിക്കും. അതാണ് അതിനകത്ത് കണ്ടുവരുന്നത്. മനസ്സാക്ഷി എന്ന് പറയുന്നത് അതിനകത്ത് കാണിക്കാൻ പാടില്ലെന്ന് അവർ ഒരു നിഘണ്ടു ഉണ്ടാക്കിക്കൊണ്ട് അതിനകത്ത് പോയതുപോലെയാണ് തോന്നുന്നത്. എന്തായാലും ഇന്നത്തെ എവിക്ഷനിൽ ലാലേട്ടൻ ആരെയൊക്കെ പൊളിച്ചെടുക്കും എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. കണ്ട കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം പറയൂ.